എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നാളെയിലുള്ള പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ വരും നാളുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പോലെ തന്നെ ലഭിച്ചില്ല എങ്കിൽ പോലും പ്രത്യാശ എന്ന ഒരു ഘടകം അതൊന്നു മാത്രമാണ് നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ അതിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം ലഭിക്കുന്നത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ശുഭാപ്തി വിശ്വാസത്തിലൂടെയും മാത്രമാണെന്നതാണ് ആ ഒരു പരമാർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ള ആ 6 നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മകരമാസം മുതൽ നിങ്ങളുടെ 12 ഭാവങ്ങളിൽ ഏറ്റവും പുണ്യമായ 9-ാം ഭാവത്തിലേക്ക് സൂര്യഭഗവാന്റെ ശുഭദൃഷ്ടി വരാൻ പോവുകയാണ്. ഇതിനെയാണ് നമ്മൾ ഭാഗ്യസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതായത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവാനുഗ്രഹം അയാൾക്കുണ്ടാകുമെന്നും അതുപോലെ തന്നെ അയാൾ മുൻജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ എങ്ങനെ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ 9-ാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ മകരമാസത്തിൽ സൂര്യൻ്റെ സംക്രമണം നടക്കുമ്പോൾ ഈ ഭാഗ്യസ്ഥാനത്തിന് വരുന്ന മാറ്റങ്ങളാണ് ഈ പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വർഷങ്ങളോളം, അതായത് 12 വർഷം അടങ്ങുന്ന ഒരു വ്യാഴവട്ടക്കാലത്തോളം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഇനി ഒരു അറുതി വരുന്ന ചില ആകസ്മികമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഉറപ്പായിട്ടും സംജാതമാകും. അത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് വരാനിരിക്കുന്ന മകരമാസം 1 എന്ന് നമുക്ക് രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലെ 12 മാസവും സംഭവിക്കുന്ന സാധാരണ ഒരു മാസപ്പിറവി എന്ന നിലയിലല്ല നിങ്ങൾ ഈ മകരമാസപ്പിറവിയെ കാണേണ്ടത്. മറിച്ച് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അതിവിശേഷമായ ഒരു ഗ്രഹസ്ഥിതിയുടെ മാറ്റം എന്ന നിലയിലാണ് നിങ്ങളിത് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ തുടർന്ന് പറയാൻ പോകുന്ന ആ 6 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് സുവർണകാലമാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ പെൻഡിങ് ആയി നിൽക്കുന്ന വീട് പണികൾ പൂർത്തിയായി കിട്ടാനും ജോലിയിൽ വലിയ ഉയർച്ചകൾ, അതായത് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറാനും എന്ന് വേണ്ട എല്ലാവിധ പുരോഗതികൾക്കും നിങ്ങൾ അർഹരായിത്തീരും. അപ്പോൾ ഇനി നമുക്ക് ആ 6 ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദമായി നോക്കാം. അതിനോടൊപ്പം ഈ ഭാഗ്യം പൂർണ്ണമായി ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി ഈ ഫലപ്രവചനങ്ങളോടൊപ്പം ചേർത്ത് തന്നെ പറയുന്നതായിരിക്കും. ഇതിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ഈ മകരമാസം 1-ാം തീയതി ഇവിടെ ചെയ്യുന്ന പൂജാ കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മകരം 1-ാം തീയതി പുലർച്ചെ മകരസംക്രമ പൂജ ഇവിടെ നടത്തുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രവും തന്നാൽ അതിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഈ മകരസംക്രമ പൂജ എന്ന് പറഞ്ഞാൽ ഉദയാസ്തമന പൂജയാണ് ഈ പറഞ്ഞ മകരസംക്രമ പൂജയായി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഉദയം മുതൽ അസ്തമനം വരെ പൂജ നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഇതിൽ ഉൾപ്പെടാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ ജീവിത മേഖലയുടെ ഒട്ടുമിക്ക എല്ലാ വശങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് ഉണർന്നു കിട്ടും, അല്ലെങ്കിൽ ഉയർത്തിയെടുക്കാനാകും. അതായത് ആരോഗ്യം, തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ഭാഗ്യം എന്ന് വേണ്ട സർവ്വരംഗങ്ങളും പോഷിപ്പിക്കപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനാൽ നിങ്ങളിപ്പോൾ ഈ സ്വദേശം വിട്ട് എത്രയധികം ദൂരദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് 1-ാം തീയതിയിലെ മകരസംക്രമ പൂജയിലേക്ക് ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ആ 6 ഭാഗ്യവാന്മാരായ നക്ഷത്രക്കാരിലേക്ക് കടന്നു പോകാം. ഈ 6 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് വിവരിച്ചു തരാൻ നമ്മുടെ ക്ഷേത്രം കീഴ്ശാന്തി ശ്രീ വിക്രമൻ നമ്പൂതിരിപ്പാട് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ വിക്രമൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം കീഴ്ശാന്തിയായി ഇവിടെ സേവനം ചെയ്യുന്നു. മകരമാസം 1. സൂര്യഭഗവാൻ തന്റെ ദക്ഷിണായന യാത്ര അവസാനിപ്പിച്ച് ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യനിമിഷം. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ശനിദേവന്റെ രാശിയായ മകരത്തിലേക്ക് മാറുന്നത് പ്രപഞ്ചത്തിൽ വലിയ ഊർജ്ജമാറ്റങ്ങളുണ്ടാക്കുന്ന ഒന്നാണ്. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്
ഗ്രഹങ്ങളുടെ ഇത്തരമൊരപൂർവ സംഗമം ഈ മകരമാസത്തിൽ സംഭവിക്കുന്നത്. ഈ മാറ്റം ചില നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത ഭാഗ്യാനുഭവങ്ങളാണ്. വിധി നിങ്ങളെ പരീക്ഷിച്ച കാലം അവസാനിച്ചു എന്നും ഇനി വരാനിരിക്കുന്നത് ഐശ്വര്യത്തിന്റെ നാളുകളാണെന്നും വിളിച്ചു പറയുന്ന ഒരു മാസമാണിത്. നക്ഷത്രഫലങ്ങൾ ഓരോന്നായി പറയുന്നതിനു മുൻപ് ഈ മകരസംക്രമത്തിന്റെ പ്രാധാന്യം നാം ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേവന്മാർ ഉണരുന്ന കാലമാണിത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഫലം 10 മടങ്ങാണ്. സൂര്യൻ പ്രകാശത്തിന്റെ ഉറവിടമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ കോണുകളിലേക്ക് പതിക്കുമ്പോൾ തടസ്സപ്പെട്ടുകിടന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ഇനി നമുക്ക് ആ 6 ഭാഗ്യനക്ഷത്രങ്ങളുടെ ഫലങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ നക്ഷത്രം രോഹിണി. ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാനസികമായ സംഘർഷങ്ങളും സാമ്പത്തികമായ അസ്ഥിരതയും വിട്ടുമാറാതെയുണ്ടായിരുന്നു. എന്നാൽ മകരം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ പോകുകയാണ്. സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായ ഇടപാടുകളിലേർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ദീർഘകാലമായുള്ള അസ്വാരസ്യങ്ങൾ ഒത്തുതീർപ്പാകും. മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാതെ ഇരുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും. മനസ്സിനു വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന വാർത്തകൾ ദൂരദേശങ്ങളിൽ നിന്നും നിങ്ങളെ തേടിയെത്തും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മകരമാസം അതിവിശിഷ്ടമാണ്. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. രണ്ടാമത്തെ നക്ഷത്രം മകയിരം. മൃഗശീർഷം അഥവാ മകയിരം നക്ഷത്രക്കാർക്ക് ഈ മകരമാസം മുതൽ തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പളവർദ്ധനവിനോ വേണ്ടി കാത്തിരുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിസ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ഈ മാസം ആ പ്രതിസന്ധികളെല്ലാം നീങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സമയമാണിത്. പുതിയ വീട് പണിയാനോ അല്ലെങ്കിൽ ഉള്ള വീട് പുതുക്കിപ്പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ താനേ വന്നുചേരും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നവർക്ക് രോഗശാന്തിയും ശാരീരികമായ ഉന്മേഷവും തിരികെ ലഭിക്കും. അയ്യപ്പസ്വാമിയെ ധ്യാനിച്ച് ശനിയാഴ്ചകളിൽ നീരാജനം കഴിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. മൂന്നാമത്തെ നക്ഷത്രം ഉത്രം. സൂര്യന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മകരസംക്രമം ഒരു പുനർജന്മം പോലെയായിരിക്കും. സൂര്യൻ തന്റെ രാശിമാറ്റം നടത്തുമ്പോൾ ഉത്രം നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരുന്നവർക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞുവരും. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കാനും വിപുലീകരിക്കാനും ഈ സമയം അനുയോജ്യമാണ്. വിട്ടുമാറാത്ത ശത്രുദോഷം അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും. നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ എതിരാളികളെ നിഷ്പ്രഭരാക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടാകും. ആദിത്യഹൃദയം നിത്യവും ജപിക്കുന്നത് നിങ്ങളുടെ തേജസ്സും സ്വാധീനശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നാലാമത്തെ നക്ഷത്രം ചോതി. ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ദേവത കനിഞ്ഞനുഗ്രഹിക്കുന്ന ഒരു മാസമാണ് മകരം. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്കൊരറുതി വരും. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ചിട്ടി ഇൻഷുറൻസ് തുകകളോ കൈവശം വന്നുചേരാൻ യോഗമുണ്ട്. ആഭരണങ്ങൾ വാങ്ങാനോ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനോ ഉള്ള ആഗ്രഹം ഈ മാസം സഫലമാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കും. കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടാകും. വീടിനുള്ളിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്ന ചടങ്ങുകൾ നടക്കും.
മഹാലക്ഷ്മി ദേവിയെ ഭജിച്ച് വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. 5-ാമത്തെ നക്ഷത്രം അനിഴം. അനിഴം നക്ഷത്രക്കാർക്ക് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുന്ന ഒരു സമയമാണിത്. മകരമാസത്തിൽ സൂര്യന്റെ സാമീപ്യം ശനിയുടെ രാശിയിൽ വരുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും. കരിയറിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറെടുക്കും. അത് ശുഭകരമായി ഭവിക്കും. തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് വേഗത കൈവരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും. കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന വേവലാതികൾ മാറും. അവരുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതി നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വിറ്റിലമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ സഹായിക്കും. 6-ാമത്തെ നക്ഷത്രം ഉത്രാടം. മകരം രാശിയുടെയും സൂര്യന്റെയും സ്വാധീനം നേരിട്ടനുഭവിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം. 12 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് സൂര്യനെത്തുമ്പോൾ ജീവിതത്തിൽ അപൂർവമായ ചില നേട്ടങ്ങൾ സംഭവിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കാലഘട്ടത്തിന്റെ തുടക്കമായിരിക്കും ഈ മകരമൊന്ന്. അധികാരമുള്ള സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയൊരടിത്തറയുണ്ടാക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സാഹചര്യങ്ങൾ വന്നുചേരും. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ക്ഷേത്രദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും യോഗമുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ശോഭിക്കുന്ന സമയമാണിത്. ശിവക്ഷേത്രത്തിൽ ധാരയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് സർവ്വദോഷങ്ങളും അകറ്റി ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ 6 നക്ഷത്രക്കാരും ഒരു കാര്യം പ്രത്യേകമോർക്കുക. ജ്യോതിഷഫലം അനുകൂലമാകുമ്പോൾ അതിനൊപ്പം കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൂടി ചേർന്നാലേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. മകരം 1-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായി കാണുക. പഴയകാലത്തെ പരാജയങ്ങളെയും സങ്കടങ്ങളെയും മറന്നുകളയുക. പ്രപഞ്ചം നിങ്ങൾക്കു നൽകുന്ന ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുക. മകരം 1-ന് രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ മറക്കരുത്. നിങ്ങളുടെ വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക. സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ച് നാമം ജപിക്കുന്നത് നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ സഹായിക്കും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഈ മകരസംക്രമം നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിത്തുകൾ പാകട്ടെ. രോഗമില്ലാത്ത ശരീരവും സമാധാനമുള്ള മനസ്സും നിങ്ങൾക്കു ലഭിക്കട്ടെ. ഈ 6 നക്ഷത്രക്കാരുടെ വീടുകളിൽ ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. അത് പൂർണ്ണമായി അനുഭവിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകരജ്യോതിയുടെ പുണ്യം എല്ലാവരിലും വർഷിക്കട്ടെ. നന്ദി, നമസ്കാരം.